നാം ഉണരാൻ പോവുകയാണ്. നീണ്ട നൂറ്റാണ്ടുകളായി കോളനി കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണെന്ന് മഹാത്മജി പറയുമ്പോൾ പതിനായിരക്കണക്കിന് ചെങ്കോട്ടയിൽ ഒരുമിച്ചുകൂടിയ ആളുകളുടെ കണ്ണു നിറഞ്ഞൊഴുകുകയായിരുന്നു. അവരുടെ മനസ്സിലൂടെ ഓടിപ്പോയത് പോരാട്ടവീതികളിൽ രക്തം നൽകിയ, ജീവൻ നൽകിയ ഒരുപാട് മഹാരഥന്മാരായ സമരസേനാനികളുടെ ഓർമ്മകളായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് സന്ധ്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ വർഷവും ആണ്ടർജി പോലെ ആഘോഷിച്ചു പോകാനുള്ള ഒരു ദിവസമാണ് ഇത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ചരിത്രത്തിന്റെ വീരേതിഹാസങ്ങൾ ലഭിച്ച പലരെയും ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ആർക്കെതിരെയാണോ നമ്മൾ ഒന്നായിരുന്ന് സമരം നടത്തിയത്, ഏത് സാമ്രാജ്യത്വത്തിനെതിരെയാണ് നമ്മൾ വീരേതിഹാസം രചിച്ചത്, അതേ സാമ്രാജ്യത്വം വ്യത്യസ്ത രൂപങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ മണ്ണിലേക്ക് വീണ്ടും കടന്നുവരികയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പണ്ട് കാപ്പാടിന്റെ തീരപ്രദേശത്ത് വാസ്കോഡിഗാമ കപ്പലിറങ്ങുമ്പോ കച്ചവടക്കാരനെന്ന വേഷം കെട്ടിയാണ് വന്നതെങ്കിൽ അതേ കച്ചവട തന്ത്രവുമായി സാമ്രാജ്യത്വ കുത്തക കമ്പനികൾ ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ 26% വിദേശ നിക്ഷേപം ഇൻഷുറൻസ് വകുപ്പിൽ 26% ഉണ്ടായിരുന്നത് അടുത്ത ദിവസങ്ങളിലാണ് 49% നമ്മുടെ ഭരണകൂടം ഉയർത്തിയത്. വിദേശിക നിക്ഷേപത്തിന് എല്ലാ വാതിലുകളും തുറന്നുകൊടുക്കുന്ന സമീപനമാണ് ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമി നമുക്ക് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്താൽ കുത്തക സാമ്രാജ്യത്വ കമ്പനികൾക്ക് വാതിൽ തുറന്നുകൊടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും വിദേശിക വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കികളായി ഭരണകൂടങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷേറെ മില്ലത്ത് ടിപ്പു സുൽത്താനെ പോലെയുള്ള, വാരിയംകുന്നൻ അഹമ്മദ് ഹാജിയെ പോലെയുള്ള, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെയുള്ള, സൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥം ധരിച്ച് മലബാറിലെ മാപ്പിള മക്കളുടെ മാനസങ്ങളിലേക്ക് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള തീത്തുപ്പുന്ന വരികൾ എഴുതിയ മഹാനായ മമ്പുറം തങ്ങളെ ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു കഴിഞ്ഞു. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥമെഴുതി പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യൽ ഇസ്ലാമിന്റെ ജിഹാദാണെന്ന് പ്രഖ്യാപിച്ച മഹാനായ പണ്ഡിതനെ ചരിത്രത്തിൽ ഇന്നാരും വായിക്കുന്നില്ല. അതെ, ഷഹീദെ മില്ലത്ത് മൈസൂർ ഷേർ, ഷഹീദെ ഉമ്മ ടിപ്പു സുൽത്താൻ മതവിരോധിയും ക്ഷേത്രവംശകനുമായി ചരിത്രത്തിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര വിപ്ലവത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന മഹാനായ ബഹദൂർ ഷാ സഫറിന് ചരിത്രത്തിൽ എവിടെയും വായിക്കപ്പെടാതിരിക്കുമ്പോൾ നൊന്തുപോകുന്ന ഒരു ഹൃദയമുണ്ട്. ഈ രാജ്യത്തിന്റെ എല്ലാ മതങ്ങളും ഒന്നിച്ചെന്നായി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും സിഖ് മതക്കാരനും ഒന്നിച്ചു നിന്ന് പോരാട്ടത്തിന്റെ സമ്മോഹനമായ സമ്മാനമായിരുന്നു യൂണിയൻ ജാക്ക് എന്ന് പറയുന്ന പതാകയെ വലിച്ച് നമ്മൾ താഴോട്ടിട്ടത്. ഇന്നുയർത്തിയ ഈ മൂവർണ്ണക്കൊടി അങ്ങുയർത്തിയത് ചരിത്രത്തെ മറന്നുപോകുമ്പോൾ SKSSF എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന, ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ അംഗീകരിക്കുന്ന, ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSSF നെഞ്ചു ചേർത്ത് പറയുകയാണ്, ഈ രാജ്യം കാലങ്ങളായി കാത്തുസൂക്ഷിച്ച നന്മയെയും സൗഹൃദത്തെയും ആരാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയാലല്ലാതെ ചരിത്രത്തിന്റെ ഇന്നലകളോട് നീതി പുലർത്താൻ നമുക്ക് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആണ്ടർജിയിൽ മിഠായി വിതരണം ചെയ്ത് ഉണഞ്ഞിറക്കിയതുകൊണ്ട് സ്വാതന്ത്ര്യദിനമാകുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഏതെങ്കിലും സ്ഥലത്തൊരു പതാക ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ചിന്തിച്ച ആശയിലേക്ക് രാജ്യം തിരിച്ചു പോകുമെന്ന് കരുതണ്ട. പകരം ബ്രിട്ടീഷുകാർക്കൊരു ചിന്തയുണ്ടായിരുന്നു, ഭിന്നിപ്പിക്കുക എന്നത്. കോളനി ഭരണങ്ങൾ നടത്തിയ പ്രദേശങ്ങളിലെല്ലാം അവരനുഭവിക്കാത്ത വലിയൊരു പ്രതിസന്ധി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ടു. എന്താണത്? ഈ ഡിജിറ്റൽ സൗഹൃദത്തിന്റെ, ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ, സൗഹൃദത്തിന്റെ ശില്പഭദ്രമായ ഐക്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് ഗ്രാമങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് അവർ ചിന്തിച്ചപ്പോൾ ഹിന്ദുവിനെയും മുസൽമാനെയും
തമ്മിൽ തല്ലിച്ചാലല്ലാതെ ഇന്ത്യയെ കോളനിയാക്കാൻ കഴിയില്ലെന്ന സുൽത്താന ബുദ്ധിയുമായി വന്ന ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭിന്നിപ്പിന്റെ ആദ്യ തീ കൊളുത്തിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ചരിത്രത്തെ മറന്നുപോകരുത്. ഒന്നായിരുന്നു നാം, ഒന്നിച്ചായിരുന്നു പടകരുതിയരുത്. എളമ്പുളാശ്ശേരി ഉണ്ണിമൂസയെ മറന്നുപോയാൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടെന്ന് പറയുന്ന ഏറനാടിന്റെയും വെള്ളുവനാടിന്റെയും മലമടക്കുകളിലൂടെ ഇരുന്ന് വലിയ പോരാട്ടം നടത്തിയ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഒപ്പം നിന്നൊരു മനുഷ്യനാണ് എളമ്പുളാശ്ശേരി ഉണ്ണിമൂസ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ. മലപ്പുറത്തെ കോട്ടക്കുന്നിന്റെ മറുകയിലേക്ക് വാരിയംകുന്ന മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന മലബാർ പ്രസവിച്ച സിംഹക്കുട്ടിയെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയപ്പോൾ കൈകൾ പിന്നിലേക്ക് കെട്ടി തിരിച്ചു നിർത്തി വെടിവെക്കാൻ ആരംഭിച്ചപ്പോൾ ആ മേപ്പിൽ അകർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബ്രിട്ടീഷുകാരെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ പിന്തിരിഞ്ഞു നിർത്തി കൈകെട്ടിയിട്ട് പുറകിലേക്കാണ് വെടിവെക്കുക എന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു മുസ്ലിമാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരനാദത്തിൽ വിശ്വസിക്കുന്നവനാ, അല്ലാഹുവല്ലാതെ മറ്റൊരു ശക്തിയില്ലെന്ന് വിശ്വസിക്കുന്നവനാ. രണ്ടാമതായി ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയുമാണ്, ബ്രിട്ടീഷുകാരന്റെ അല്ല. അതുകൊണ്ടാണ് മലബാറിൽ പ്രക്ഷോഭത്തിന് ഞാൻ നേതൃത്വം നൽകിയത് എന്ന് 920 മുന്നണി പോരാളി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നെഞ്ച് വിരിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, വെക്കട നെഞ്ചത്തേക്ക് ഞാൻ ഭീരുവല്ല, ധീരദേശാഭിമാനിയായ ഇന്ത്യക്കാരന, നെഞ്ചത്തേക്ക് വെടിവെക്ക് എന്നലറി വിളിച്ച മഹാനായ വാരിയംകുന്നന്റെ പ്രിയപ്പെട്ട സമൂഹത്തിന്റെ പിൻഗാമികളാണ് ഞങ്ങൾ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഉദ്യോഗമണ്ഡലങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട്, ഭരണകേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട്, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അനുവദിക്കേണ്ട ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ പട്ടാള ബാരക്കുകൾ അനുവദിച്ചുകൊണ്ട് ഒരു സമുദായത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയ നോവുന്ന കഥകൾ കൂടി ഈ ദിവസം മയമിറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കുന്നവര്, അതുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ചിന്തയുമായി നടക്കുന്ന ആധുനിക രാഷ്ട്രീയ തമ്പുരാക്കന്മാരായ ചില ആളുകളുണ്ട്. വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട് പാർലമെന്റിൽ, ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ അവിടെ സംസാര വിഷയമായില്ലേ, പലപ്പോഴും വർഗീയ കലാപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണെന്ന് സാനിയ മിർസ എന്ന് പറയുന്ന ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ അഭിമാന പുരസ്സരമുയർത്തിയ അവരുടെ കലികളോട് എനിക്കോ ഞാൻ പ്രതികാരം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിനോടോ വ്യക്തിപരമായി യോജിപ്പൊന്നുമില്ലെങ്കിലും ആ പെൺകുട്ടി ഒരു പാകിസ്ഥാൻ പൗരനെ വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ അവളോട് പാകിസ്ഥാനിൽ പോകാൻ പറയുകയും ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ, മീഡിയകളുടെ മുന്നിൽ, ടെലിവിഷൻ ക്യാമറകളുടെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരിയാണ്, പാകിസ്ഥാൻകാരിയല്ലെന്ന് പറയേണ്ട വിധത്തിലേക്ക് വേദനാജനകമായ ഒരു അന്തരീക്ഷം നിലവിൽ വന്നില്ലേ. മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പേര് വെച്ച് നടക്കുന്ന MP എന്ന് പറയുന്ന പാർലമെന്റ് രാജ്യത്തിന്റെ ആളുകളെ പ്രതിനിധാനം ചെയ്യേണ്ട ഒരു MP-യാണ്. പരിശുദ്ധ റമളാനിൽ നോമ്പ് നോക്കൊരു സഹോദരന്റെ വായിലേക്ക് ചപ്പാത്തി തിരികെ കയറ്റിയിട്ട് നോമ്പ് നിർപ്പിച്ചെങ്കിൽ ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന, ആകാശലോകങ്ങളിലേക്ക് വിക്ഷേപിക്കപ്പെടുന്ന അതീവ സങ്കീർണമായ ശാസ്ത്രവിദ്യകളുടെ പ്രക്ഷേപണം നടക്കുമ്പോൾ പോലും തേങ്ങയുടക്കുകയും പുഴുകിയുടക്കുകയും ചെയ്യുന്നത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന മതേതരത്വ രാജ്യമെന്ന് അഭിമാനിക്കുന്ന ഒരു രാജ്യത്താണെന്ന് കൂടി ചിന്തിക്കുമ്പോഴാണ് ഏത് സ്വാതന്ത്ര്യമാണ് നമ്മൾ നേടിയെടുത്തത്, ആർക്കു വേണ്ടിയാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാതിരിക്കുക, ഈ രാജ്യത്തിന്റെ സൗഹൃദങ്ങളെ നെഞ്ചു ചേർത്ത് പിടിക്കുക, ശ്രീശങ്കരന്റെയും ശ്രീനാരായണന്റെയും സ്നേഹശീലികൾക്ക് ശ്രുതി നീക്കുക. മണ്ണാണ് ഭാരതം. മഹാനായ ഖജാമുദ്ദീൻ ചിസ്തിയുടെ, മഹാനായ മുബാദിദി അലിയായുടെ മന്ത്രമതിയ പണികൾക്ക് ചെവി കൊടുത്ത മണ്ണാണിത്. സന്താനായ സ്വീകരിച്ച മണ്ണാണിത്. ഈ സൗഹൃദത്തിന്റെ ഈജിച്ച അധ്യായങ്ങൾ മറന്നുകൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ശ്രമിക്കരുത്. സാമ്രാജ്യത്തിന്റെ ചരിത്രമത്തിയായി മാറിപ്പോകരുത്. മഹാനായ മഹാത്മജിയെ പോലെയുള്ള ഒരുപാട് ധീരദേശാഭിമാനികൾ ജീവിതം സമർപ്പിച്ച് രക്തം നൽകി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യത്തെ വില കൊടുക്കരുത്, സാമ്രാജ്യത്തിന് അടിവരയേൽക്കരുത് എന്നാണ്
ഹൃദയപൂർവ്വം ഈ പ്രിയപ്പെട്ട സംഘടനയ്ക്ക് പറയാനുള്ളത്, ദൈവം തമ്പുരാൻ സൗഹൃദം നിലനിൽക്കുന്ന, സ്നേഹം നിലനിൽക്കുന്ന പുതിയൊരു ഇന്ത്യയെ നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് SKSSF-ന്റെ ചാവക്കാട് മേഖലാ കമ്മിറ്റി നടത്തിയ റാലിയാണ് സ്വാതന്ത്ര്യദിന റാലി. കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനം ഇതുപോലെയുള്ള സ്വാതന്ത്ര്യ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നും സൗഹൃദ